ഏവർക്കും സ്വാഗതം. ഇത് മാത്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അരിത്മെറ്റിക് സീക്വൻസസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ രണ്ട് ഡിഫറെൻറ്റ് സീക്വൻസ് എഴുതാൻ പോവാണ്. ആ സീക്വൻസ് ഏതാണെന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നും നിങ്ങൾ ആ സീക്വൻസ് നോക്കിയതിന് ശേഷം പറയുക. ഓക്കെ ആണോ? സോ അതിൽ ഒന്നാമത്തെ സീക്വൻസ് 2, 3, 5, 7, 11, etc. രണ്ടാമത്തെ സീക്വൻസ് 1, 3, 5, 7, 9, എക്സെട്ര. നിങ്ങൾക്ക് ഈ രണ്ട് സീക്വൻസും അറിയാം അല്ലേ? അതിൽ ഒന്നാമത്തെ സീക്വൻസിനെ പറഞ്ഞ പേരെന്താ? സീക്വൻസ് ഓഫ് പ്രൈം നമ്പേഴ്സും എന്താ രണ്ടാമത്തെ സീക്വൻസ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സും അല്ലേ? ഈ രണ്ട് സീക്വൻസിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്ക് ആദ്യം ഈ രണ്ട് സീക്വൻസിലെയും അടുത്തടുത്ത് വരുന്ന ടേമുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഫസ്റ്റ് സീക്വൻസിലെ അടുത്തടുത്ത് വരുന്ന ടേംസായ 3ഉം 2ഉം എന്താ ഈ രണ്ട് ടേമിനിടയ്ക്കുള്ള ഡിഫറൻസ്? 3 - 2 ദറ്റ് ഈസ് 1 അല്ലേ? അടുത്ത് വീണ്ടും എന്താ 5 - 3 2 അല്ലേ? എന്താ 7 - 5 2. എന്താ 11 - 7 4 അല്ലേ? അതുപോലെ നമുക്ക് സെക്കൻഡ് സീക്വൻസിലെയും അടുത്തടുത്ത് വരുന്ന ടേംസുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 3 - 1 2 അല്ലേ? അടുത്ത് വീണ്ടും 5 - 3 ദറ്റ് ഈസ് 2. 7 - 5 2. 9 - 7 2 അല്ലേ? അപ്പോൾ ഈ ഒരു സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഈ സീക്വൻസിലെ അടുത്തടുത്ത് വരുന്ന ടേമുകളുടെ ഡിഫറൻസ് സെയിം ആണോ? സെയിം അല്ല. പക്ഷെ ഈ ഒരു സീക്വൻസ് നോക്കി, ഈ സീക്വൻസിലെ അടുത്തടുത്ത് വരുന്ന എല്ലാ ടേമുകളുടെയും ഡിഫറൻസ് സെയിം അല്ലേ? അപ്പോൾ ഒരു സീക്വൻസിലെ കൺസിക്യൂട്ടീവ് ടേംസ് അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന ടേമുകളുടെ ഡിഫറൻസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ അത്തരം സീക്വൻസിനെ വിളിക്കുന്ന പേരായിരിക്കും ഇത് അരിത്മെറ്റിക് സീക്വൻസ്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ജസ്റ്റ് സീക്വൻസും. ഇതാണെങ്കിലോ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ എന്തായിരുന്നു അരിത്മെറ്റിക് സീക്വൻസ്? ഒരു സീക്വൻസിലെ അടുത്തടുത്ത് വരുന്ന ടേമുകളുടെ ഡിഫറൻസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ അത്തരം സീക്വൻസിനെ വിളിക്കുന്ന പേരായിരിക്കും ഇത് അരിത്മെറ്റിക് സീക്വൻസ്. നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിനെ വേറെ രീതിയിലും ഡിഫൈൻ ചെയ്യാം. ഞാനൊരു പർട്ടിക്കുലർ നമ്പറിനോടൊപ്പം ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന സീക്വൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പർട്ടിക്കുലർ നമ്പറായ ഈ സീക്വൻസിനെ പറയാൻ പോവാണ്. ഇവിടെ ഞാൻ പർട്ടിക്കുലർ നമ്പറിനെ 1 എന്നും ഫിക്സഡ് നമ്പറിനെ 2 എന്നും എടുത്തു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പർട്ടിക്കുലർ നമ്പറിനോടൊപ്പം ആ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകണ്ടേ? സോ 1 + 2 3. വീണ്ടും ആ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തേ 3 + 2 5. വീണ്ടും ആ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തേ 5 + 2 7 അല്ലേ? അപ്പോൾ നോക്കിയാൽ ഒരു പർട്ടിക്കുലർ നമ്പറിനോടൊപ്പം ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് അരിത്മെറ്റിക് സീക്വൻസ്? ഒന്ന്, ഒരു സീക്വൻസിലെ അടുത്തടുത്ത് വരുന്ന ടേമുകളുടെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അത്തരം സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അതല്ലെങ്കിൽ പർട്ടിക്കുലർ ടേമിനോടൊപ്പം ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഇത്രയും ക്ലിയർ ആണോ? ഇത് നമുക്ക് രണ്ട് സീക്വൻസിലെയും ടേംസുകളെ കുറിച്ച് നോക്കാം. ഈ രണ്ട് സീക്വൻസും സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ടൈംസ് നോക്കിയേ ഏതൊക്കെയാ? ഫസ്റ്റ് സീക്വൻസ് ആണെങ്കിൽ 2ഉം സെക്കൻഡ് സീക്വൻസ് ആണെങ്കിലോ 1ഉം അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യും? ഈ 2നെയും 1നെയും പറയുന്ന പേര് ഈ രണ്ട് സീക്വൻസിൻ്റെയും ഫസ്റ്റ് ടേം എന്ന് പറയും. ഫസ്റ്റ് ടേം. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ, ഈ രണ്ട് സീക്വൻസിലെയും 3ഉം 3ഉം ആണെങ്കിലോ പറയുന്ന പേരെന്താ? സെക്കൻഡ് ടേം എന്ന് പറയും. സെക്കൻഡ് ടേം. ഓക്കെ ആണോ? ഈ രണ്ട് സീക്വൻസിലെയും ഓക്കെ 5ഉം 5ഉം ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് സീക്വൻസിൻ്റെയും തേർഡ് ടേം എന്ന് പറയാം. തേർഡ് ടേം. അപ്പോൾ ഇതെന്തായിരിക്കും? രണ്ട് സീക്വൻസിലെയും ഫോർത്ത് ടേം ആയിരിക്കും. ഇതാണെങ്കിലോ രണ്ട് സീക്വൻസിലെയും ഫിഫ്ത്ത് ടേമും ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ടേംസ് ആണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എഫ് വെച്ചും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേമിനെ എക്സ് സഫിക്സിൽ 1 x1 എന്ന് പറയാം, അല്ലെങ്കിൽ f1 എന്നും പറയാം. സെക്കൻഡ് ടൈം ആണെങ്കിലോ x2 അല്ലെങ്കിൽ f2 എന്നും പറയാം. അപ്പോൾ തേർഡ് ടൈം ആണെങ്കിലോ x3 അല്ലെങ്കിൽ f3. ഫോർത്ത് ടൈം ആണെങ്കിലോ x4. ഫിഫ്ത്ത് ടൈം ആണെങ്കിലോ x5. 20th ടൈം ആണെങ്കിലോ
x20. ഇപ്പോൾ ടേംസ് ക്ലിയർ ആണോ? ഫസ്റ്റ് ടൈം ആണെങ്കിൽ x1, സെക്കൻഡ് ടൈം ആണെങ്കിലോ x2, തേർഡ് ടൈം ആണെങ്കിലോ x3. ഓക്കെ ആണോ? ഫസ്റ്റ് സീക്വൻസിലെയും സെക്കൻഡ് സീക്വൻസിലെയും ടേമുകളുടെ ഇടയിലുണ്ടായ ഡിഫറൻസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഫസ്റ്റ് സീക്വൻസിലെ ടേമുകളുടെ ഇടയിലുള്ള ഡിഫറൻസ് സെയിം ആയിരുന്നില്ല, കോമൺ ആയിരുന്നില്ല. സെക്കൻഡ് സീക്വൻസിലെ ടേമുകളുടെ ഇടയിലുണ്ടായിരുന്ന ഡിഫറൻസ് സെയിം ആയിരുന്നു അല്ലെങ്കിൽ കോമൺ ആയിരുന്നു. ആ കോമൺ വാല്യൂ ഏതായിരുന്നു? ഇവിടെ 2 ആയിരുന്നില്ലേ, അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേമുകളുടെ ഇടയിലുണ്ടാകുന്ന ഡിഫറൻസ് ഞാൻ വിളിക്കുന്ന പേര് കോമൺ ഡിഫറൻസ് എന്ന് പറയും. എന്താണ് കോമൺ ഡിഫറൻസ്? ഞാൻ ആ കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് CD എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്മോൾ ലെറ്ററായ D വെച്ചും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടേംസും പഠിച്ചു, കോമൺ ഡിഫറൻസും പഠിച്ചു. എന്താ ടേംസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ടൈം ആണെങ്കിൽ x1, സെക്കൻഡ് ടൈം ആണെങ്കിൽ x2, തേർഡ് ടൈം ആണെങ്കിൽ x3. എന്താ കോമൺ ഡിഫറൻസ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേമുകളുടെ ഇടയിലുണ്ടാകുന്ന ഡിഫറൻസിനെ വിളിക്കുന്ന പേര് കോമൺ ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്താ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? CD അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ D. ക്ലിയർ ആണോ? ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമ്മുടെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ നമ്പർ 9. Check whether each of the sequences given below is an arithmetic sequence. Give reasons for the arithmetic sequences. Write the common difference also. താഴെ തന്നേക്കുന്ന എല്ലാ സബ് ക്വസ്റ്റ്യൻ്റെയും സീക്വൻസ് എഴുതുക. അതിനുശേഷം അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ആ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കൂടി കണ്ടുപിടിക്കുക. നിങ്ങൾക്കറിയാം, ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ആ സീക്വൻസിലെ ടേംസുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കുക. ആ ഡിഫറൻസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും? അത് അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരായിരിക്കും ഏത്? കോമൺ ഡിഫറൻസ്. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് വേണ്ടത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഏതൊക്കെയായിരുന്നു ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. എന്താ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്? ദറ്റ് ഈസ് 1, 3, 5, 7, 9, എക്സെട്ര, അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഈ സീക്വൻസ് അരിത്മെറ്റിക് ആണോ അല്ലെന്നല്ലേ ചെക്ക് ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ സീക്വൻസിൽ അടുത്തടുത്ത് വരുന്ന ടേംസുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് 3 - 1. എന്താ 3 - 1ൻ്റെ വാല്യൂ 2, അല്ലേ? അടുത്ത് വീണ്ടും 5 - 3. എന്താ 5 - 3യുടെ വാല്യൂ 2. അടുത്ത് വീണ്ടും 7 - 5. എന്താ 7 - 5ൻ്റെ വാല്യൂ 2. അടുത്ത് വീണ്ടും 9 - 7, ദാറ്റ് ഈസ് 2. ഓക്കെ, എല്ലാ ടേംസുകളുടെയും ഇടയിലുണ്ടാകുന്ന ഡിഫറൻസ് സെയിം അല്ലേ, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കുക എന്ത് സീക്വൻസ് ആയിരിക്കും? അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കെന്ത് പറയാം? സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ consecutive terms are same, അല്ലേ? So difference between consecutive terms are same, comma it is an arithmetic sequence. ഓക്കെ ആണോ? ഇനി നമുക്ക് വേണ്ടത്, ഓക്കെ, തന്നിരിക്കുന്ന സീക്വൻസ് അരിത്മെറ്റിക് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു എത്രയായിരിക്കും? -1 ഈക്വൽ ടു എത്രയാ? 2. ഓക്കെ ആണോ? ഇനി എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. സോ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആകുമ്പോഴേക്കും എന്താ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് വരുന്നത്? 2, 4, 6, 8, 10, എക്സെട്ര, അല്ലേ? ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസിക്യൂട്ടീവ് ടേംസുകളുടെ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. സോ 4 - 2. എന്താ 4 - 2? 2, അല്ലേ? അടുത്ത് വീണ്ടും 6 - 4, ദാറ്റ് ഈസ് 2. അടുത്ത് വീണ്ടും 8 - 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതുപോലെ നോക്കിയേ 10 - 8, അതൊന്നും തന്നെയായിരിക്കും, 2 തന്നെയായിരിക്കും, അല്ലേ? ഇവിടെ നമുക്ക് എന്ത് പറയാം? സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ടേംസ് are same, comma it is an arithmetic sequence എന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് കോമൺ ഡിഫറൻസ് വേണ്ടേ? എന്താ കോമൺ ഡിഫറൻസ് ആകുമ്പോഴേക്കും സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്താൽ മതി. ദറ്റ് ഈസ് 4 - 2 ഈക്വൽ ടു എത്രയാ? 2. ക്ലിയർ ആണോ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ ഈസ് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പേഴ്സിൻ്റെ
ഹാഫിൻ്റെ സീക്വൻസ് ഏതൊക്കെയാ ഓഡ് നമ്പേഴ്സ് 1 3 5 7 9 അതിൻ്റെ ഹാഫ് ആകുമ്പോഴോ 1/2 അല്ലേ 1/2 പിന്നെ 3/2 അടുത്ത് ഓഡ് നമ്പർ 5 ആണ് സോ 5/2 7/2 എക്സെട്ര അല്ലേ ഈ കേസിൽ നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞേ 3/2 മൈനസ് 1/2 എന്താ 3/2 മൈനസ് 1/2 ഓക്കെ ഡിനോമിനേറ്റർ സെയിം അല്ലേ 3 മൈനസ് 1/2 ദറ്റ് ഈസ് 2/2 ഈക്വൽ ടു 1 അടുത്ത് വീണ്ടും 5/2 മൈനസ് 3/2 ദറ്റ് ഈസ് 5 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1 അടുത്ത് വീണ്ടും 7/2 മൈനസ് 5/2 ദറ്റ് ഈസ് 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 2/2 ഈക്വൽ ടു 1 ഓക്കെ എല്ലാ കേസിലും ഡിഫറൻസ് സെയിം അല്ലേ അപ്പോൾ ഇതെന്തായിരിക്കും അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും സോ സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ consecutive terms are same, it is an arithmetic sequence. ഓക്കെ ആണോ ഈ കേസിലും കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ കോമൺ ഡിഫറൻസ് 3/2 മൈനസ് 1/2 ദറ്റ് ഈസ് 3 മൈനസ് 1/2 അല്ലേ ഡിനോമിനേറ്റർ സെയിം അല്ലേ ദറ്റ് ഈസ് 2/2 ഈക്വൽ ടു 1 ക്ലിയർ ആണോ ശരി അടുത്ത നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2ൻ്റെ പവേഴ്സിൻ്റെ സീക്വൻസ് ഏതൊക്കെയായിരുന്നു 2ൻ്റെ പവേഴ്സിൻ്റെ സീക്വൻസ് 2⁻1 എന്താ 2⁻1 2 അടുത്ത് വീണ്ടും 2 സ്ക്വയറിൻ്റെ വാല്യൂ 4 അടുത്ത് വീണ്ടും 2 ക്യൂബ് എന്താ 8 അടുത്ത് 2⁻4 ദറ്റ് ഈസ് 16 അല്ലേ ഇവിടെ നമുക്ക് ഡിഫറൻസ് ആദ്യം ചെയ്യാം 4 മൈനസ് 2 എന്താ 4 മൈനസ് 2 2 അടുത്ത് വീണ്ടും 8 മൈനസ് 4 ദറ്റ് ഈസ് 4 ഓക്കെ ഡിഫറൻസ് സെയിം ആയോ സെയിം ആയില്ലല്ലോ 1 2ഉം 1 4ഉം അല്ലേ അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ല അപ്പോൾ നമുക്ക് എന്ത് പറയാം സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ consecutive terms are not same, therefore it is not an arithmetic sequence. Clear ആണോ ശരി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലിൻ്റെ സീക്വൻസ് ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 അതിൻ്റെ റെസിപ്രോക്കൽ ആകുമ്പോഴോ 1/1 പിന്നെ 1/2 1/3 എക്സെട്ര അല്ലേ അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സോ നാച്ചുറൽ നമ്പേഴ്സിന് റെസിപ്രോക്കൽ ദറ്റ് ഈസ് 1/1 അടുത്ത് 1/2 അടുത്ത് 1/3 അടുത്ത് 1/4 എക്സെട്ര അല്ലേ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കാം 1/2 മൈനസ് 1/1 ദറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് അല്ലേ ക്രോസ് ചെയ്യാമല്ലോ 1 × 1 1 മൈനസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 1 2 ഒന്നുകൂടെ പറയാം 1 × 1 ദറ്റ് ഈസ് 1 മൈനസ് 2 × 1 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 1 ദറ്റ് ഈസ് 2 അപ്പോൾ ആൻസർ എന്താ വരുന്നത് 1 മൈനസ് 2 ദറ്റ് ഈസ് മൈനസ് 1/2 അടുത്തത് 1/3 മൈനസ് 1/2 ഇവിടെയും 2 × 1 2 മൈനസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 2 ദറ്റ് ഈസ് 6 ദറ്റ് ഈസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 6 ഇവിടെ നോക്കിയേ ഡിഫറൻസ് സെയിം ആയോ ഒന്ന് മൈനസ് 1/2ഉം ഒന്ന് മൈനസ് 1/6ഉം അല്ലേ സോ ഡിഫറൻസ് സെയിം ആയില്ലല്ലോ അപ്പോൾ എന്തായിട്ട് മാറില്ല ആരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് മാറില്ല ഓക്കെ ആണോ സോ നമുക്ക് എന്ത് പറയാം സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ consecutive terms are not same, it is not an arithmetic sequence. Clear ആണോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുക നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 3 വലിയ സ്ക്വയേഴ്സ് പറയുന്നുണ്ട് അല്ലേ ആ വലിയ സ്ക്വയേഴ്സിനെ വീണ്ടും കുറേ ചെറിയ സ്ക്വയേഴ്സാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഗറിൽ ഒരു സ്ക്വയർ മാത്രം കളേർഡ് അല്ല ബാക്കി എല്ലാ ചെറിയ സ്ക്വയേഴ്സും കളേർഡാണ് അങ്ങനെയാണെങ്കിൽ സോ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ ഹിയർ എത്രയാ 8 അല്ലേ അടുത്ത് ഇവിടെ ആകുമ്പോഴോ
വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കളേർഡ് സ്ക്വയേഴ്സ്? ഇവിടെ നമുക്ക് നോക്കുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് 4 ഇങ്ങോട്ടേക്ക് 4 ആണ്. അപ്പോൾ 16 സ്ക്വയേഴ്സ് കാണും. ആ 16 സ്ക്വയേഴ്സിൽ 1 2 3 4 ഈ 4 സ്ക്വയേഴ്സ് കളേർഡ് അല്ല. അപ്പോൾ എത്ര കളേർഡ് സ്ക്വയേഴ്സ് കാണും? 16 മൈനസ് 4 ദാറ്റ് ഈസ് 12 അല്ലേ? അടുത്ത് ഈ വലിയ സ്ക്വയർ നോക്കുമ്പോഴേക്കും ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ടേക്ക് 5 സ്ക്വയർ ഉണ്ട്, ഇങ്ങോട്ടേക്ക് 5 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് കാണും? ചെറുത് 25 കാണും. ആ 25 സ്ക്വയേഴ്സിൽ 1 2 3 4 5 6 7 8 9 സ്ക്വയേഴ്സ് കളേർഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര കളേർഡ് സ്ക്വയേഴ്സ് കാണും? 25 മൈനസ് 9 16 കളേർഡ് സ്ക്വയേഴ്സ് കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഫിഗറിലെയും കളേർഡ് സ്ക്വയേഴ്സിൻ്റെ നമ്പർ സീക്വൻസ് പറയാമല്ലോ. എന്തായിരിക്കും? 8, 12, 16, അപ്പോൾ അടുത്ത വരുന്നത് 20, അതിൻ്റെ അടുത്തതിലാണെങ്കിലോ 24, എക്സെട്ര ഇങ്ങനെ വരില്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ 3 ഫിഗറിലെയും കളേർഡ് സ്ക്വയേഴ്സിൻ്റെ നമ്പർ സീക്വൻസ് പറയാം. സോ സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഈക്വൽ എത്ര വരുന്നത്? 8, 12, 16, അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 20, 24, എക്സെട്ര. കാര്യം പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ പോലെ പോകുന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് എന്താ വേണ്ടത്? ഈ സീക്വൻസ് അരിത്മെറ്റിക് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. നമ്മളെങ്ങനെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യേണ്ടത്? കൺസിക്യൂട്ടീവ് ടേംസുകളുടെ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കുക. ആ ഡിഫറൻസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും? അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. സോ നമുക്ക് ആദ്യം 12 മൈനസ് 8 ചെയ്യാം. എന്താ 12 മൈനസ് 8? 4. അടുത്ത് വീണ്ടും 16 മൈനസ് 12 4. അടുത്ത് വീണ്ടും 20 മൈനസ് 16 4 കിട്ടിയില്ലേ? ഓക്കെ, ഡിഫറൻസ് സെയിം അല്ലേ? therefore it is an arithmetic sequence. therefore number of colored squares forms an arithmetic sequence. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ 4 റെക്ടാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ, അതായത് ഓരോ റെക്ടാങ്കിളിലും എത്ര ചെറിയ സ്ക്വയേഴ്സ് കാണും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, ഓരോ റെക്ടാങ്കിളിലും എത്ര വലിയ സ്ക്വയേഴ്സ് കാണും അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ആൾ, അതായത് ഓരോ റെക്ടാങ്കിളിലും വരുന്ന ചെറിയ സ്ക്വയേഴ്സിൻ്റെയും വലിയ സ്ക്വയേഴ്സിൻ്റെയും ആകെ എണ്ണം അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ, ഞാൻ ഈ പാറ്റേൺ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ്, അതായത് നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന, അതായത് ഫസ്റ്റ് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന സ്മോൾ സ്ക്വയേഴ്സിൻ്റെ സീക്വൻസും സെക്കൻഡ് ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന ലാർജ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസും തേർഡിൽ പറഞ്ഞേക്കുന്ന സ്ക്വയേഴ്സിന് ആകെ എണ്ണത്തിൻ്റെ സീക്വൻസും അരിത്മെറ്റിക് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഓരോ റെക്ടാങ്കിളിലുള്ള ചെറിയ സ്ക്വയേഴ്സിൻ്റെ നമ്പറിൻ്റെ സീക്വൻസ് അല്ലേ? നിങ്ങൾ പറഞ്ഞേ ഫസ്റ്റ് റെക്ടാങ്കിൾ എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്? 2. സെക്കൻഡ് റെക്ടാങ്കിളിലാണെങ്കിലോ 4 ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്. തേർഡ് റെക്ടാങ്കിളിലാണെങ്കിലോ 6 ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ? ലാസ്റ്റ് റെക്ടാങ്കിളിലാണെങ്കിലോ 8 ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ഓൾ ദ റെക്ടാങ്കിൾസ്? ദറ്റ് ഈസ് 2, 4, 6, 8, എക്സെട്ര ആണോ അല്ലേ? നമുക്ക് നോക്കിയേ ഈ സീക്വൻസ് അരിത്മെറ്റിക് ആണോ അല്ലെന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞേ 4 മൈനസ് 2, എന്താ 4 മൈനസ് 2 2. അടുത്ത് വീണ്ടും 6 മൈനസ് 4 2. അടുത്ത് 8 മൈനസ് 6 ദറ്റ് ഈസ് 2 അല്ലേ? നോക്കിയേ ഡിഫറൻസ് സെയിം അല്ലേ? സോ സിൻസ് ഡിഫറൻസ് ഈസ് സെയിം ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ക്ലിയർ ആണോ? ഇതെന്താ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് അല്ലേ? സോ ഫസ്റ്റ് റെക്ടാങ്കിളിൽ ലാർജ് സ്ക്വയർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? 0. അടുത്ത് സെക്കൻഡ് റെക്ടാങ്കിൾ നോക്കിയേ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ലാർജ് സ്ക്വയർ? ഏത് മാത്രമേ ഉള്ളൂ? ഈ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ, ദറ്റ് ഈസ് 1. അടുത്ത് നമ്മൾ തേർഡ് റെക്ടാങ്കിൾ നോക്കിയേ, ഇവിടെ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? 1 ഇങ്ങനെ വരും, 1. അടുത്താണെങ്കിലോ ഇതിങ്ങനെ വരും, 2 അല്ലേ? അപ്പോൾ എത്ര വലിയ സ്ക്വയേഴ്സ് ഉണ്ട് തേർഡ് റെക്ടാങ്കിളിൽ? 2. അടുത്ത് ഇവിടെ നോക്കിയേ, 1 ഇവിടെ,
2 ഇങ്ങനെയാണെങ്കിലോ 3. അപ്പോൾ ഈ ഫോർത്ത് റെക്ടാങ്കിളിൽ എത്ര വലിയ സ്ക്വയേഴ്സ് കാണും? 3 എണ്ണം അല്ലേ? സോ 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കാം. 1 - 0 1, 2 - 1 ദറ്റ് ഈസ് 1, 3 - 2 ദറ്റ് ഈസ് 1. ഓക്കെ, എല്ലാ ഡിഫറൻസും സെയിം അല്ലേ? സോ സിൻസ് ഡിഫറൻസ് ഈസ് സെയിം, നമുക്കെന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. എന്തായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ? സ്ക്വയേഴ്സിൻ്റെ ആകെ എണ്ണം അല്ലേ? നമുക്ക് ഫസ്റ്റ് റെക്ടാങ്കിൾ നോക്കുവാണെങ്കിൽ എത്രയുണ്ട്? ചെറിയ സ്ക്വയർ 2, വലിയ സ്ക്വയർ ആണെങ്കിലോ 0. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ഓൾ ഫോർ ദി ഫസ്റ്റ് റെക്ടാങ്കിൾ? ദറ്റ് ഈസ് 2 + 0 ദറ്റ് ഈസ് 2 അല്ലേ? അടുത്ത സെക്കൻഡ് റെക്ടാങ്കിൾ നോക്കുമ്പോഴേക്കും ചെറിയ സ്ക്വയേഴ്സ് ആണെങ്കിൽ എത്ര വരും? 4, വലിയ സ്ക്വയർ ആണെങ്കിലോ 1. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് വരും? 4 + 1 5 അല്ലേ? അടുത്ത നമ്മൾ തേർഡ് റെക്ടാങ്കിൾ നോക്കിയേ, എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്? 6. എത്ര വലിയ സ്ക്വയേഴ്സ് ഉണ്ട്? 2. അപ്പോൾ 6 + 2 8. അടുത്ത നമ്മൾ ലാസ്റ്റ് റെക്ടാങ്കിൾ നോക്കുമ്പോഴേക്കും ചെറിയ സ്ക്വയേഴ്സ് ആണെങ്കിൽ 8, വലിയ സ്ക്വയേഴ്സ് ആണെങ്കിലോ 3. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് വരും? 11 സ്ക്വയേഴ്സ് വരും അല്ലേ? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ടോ? നോക്കാം. നമുക്ക് ആദ്യം ഡിഫറൻസ് എടുക്കാം. 5 - 2 ദറ്റ് ഈസ് 3. അടുത്ത് 8 - 5 ദറ്റ് ഈസ് 3. 11 - 8 ദറ്റ് ഈസ് 3. നോക്കിയേ, ഇവിടെയും ഡിഫറൻസ് സെയിം അല്ലേ? therefore it is an arithmetic sequence. Since our difference is same, comma, it is an arithmetic sequence. So question clear ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ആൾക്കാരും ക്വസ്റ്റ്യൻ നമ്പർ 12 ഒന്ന് വായിച്ചേ. In the staircase shown here, the height of the first step is 10 centimeters and the height of each step after it is 17.5 centimeters. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഒരു സ്റ്റെയർ കേസ് മോഡൽ കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റെയർ കേസ് മോഡലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്ററും പിന്നീടുള്ള ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് എത്ര പറഞ്ഞേക്കുന്നത്? 17.5 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിംഗ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. അതായത് ഒരാൾ നോക്കി താഴ്ന്ന മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും പുള്ളി ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മാത്രമല്ല ആ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുകയും വേണം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ആൻസർ പറയാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിംഗ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അയാൾ ഗ്രൗണ്ടിൽ നിന്നും എത്രമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നല്ലേ? സോ ഓക്കെ, ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും പുള്ളിയുടെ ഹൈറ്റ് എന്തായിരിക്കും? പുള്ളി നിൽക്കുന്ന സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഗ്രൗണ്ടിൽ നിന്നും 10 സെൻറ്റിമീറ്റർ. അപ്പം പുള്ളി ഇവിടെ എത്തിയാലോ? നമുക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് എന്തായിരിക്കും? 10 + 17.5. ഇനി പുള്ളി ഇവിടേക്ക് വന്നാലോ എന്തായിരിക്കും പുള്ളിയുടെ ഹൈറ്റ്? ഗ്രൗണ്ടിൽ നിന്ന് 10 + 17.5 + 17.5. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ഹൈറ്റ് ഓഫ് ദി climber from the ground after first step എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും പുള്ളി നിൽക്കുന്ന സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ. സെക്കൻഡ് സ്റ്റെപ്പ് ആകുമ്പോഴേക്കും എത്ര വരും? 10 + 17.5 = 27.5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ആകുമ്പോഴോ ആഫ്റ്റർ തേർഡ് സ്റ്റെപ്പ് എന്താ വരുന്നത്? 27.5 + 17.5 = എത്ര വരുന്നത്? 45 സെൻറ്റിമീറ്റർ. അടുത്ത് ഫോർത്ത് സ്റ്റെപ്പ് ആകുമ്പോഴോ എന്താ? ഫോർത്ത് സ്റ്റെപ്പ് ആകുമ്പോഴേക്കും 45 + 17.5 ദറ്റ് ഈസ് 62.5 സെൻറ്റിമീറ്റർ. അടുത്ത് ഫിഫ്ത്ത് സ്റ്റെപ്പ് ആകുമ്പോഴോ എന്താ? ഫിഫ്ത്ത് സ്റ്റെപ്പ് ആകുമ്പോഴേക്കും 62.5 + 17.5 അല്ലേ? എന്താ വരുന്നത്? ദറ്റ് ഈസ് 80 സെൻറ്റിമീറ്റർ. അടുത്ത് വീണ്ടും ആഫ്റ്റർ സിക്സ്ത് സ്റ്റെപ്പ് ആകുമ്പോഴോ എന്താ വരുന്നത്? 80 + 17.5 = എത്ര വരും? ദറ്റ് ഈസ് 97.5 സെൻറ്റിമീറ്റർ അല്ലേ? ഇതെന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ സീക്വൻസ് അല്ലേ? അപ്പോൾ എന്താ? സീക്വൻസ് ഓഫ് ഹൈറ്റ് = എത്ര വരും? ദറ്റ് ഈസ് 10, 27.5,
45 കോമ പിന്നെ 62.5 കോമ 80 കോമ 97.5 കോമ എക്സെട്ര. ഓക്കെ ആണോ?